നമ്മളെ വെയിറ്റുമ്മലാണ് ഈ സ്പൈക്കിൽ നമ്മൾ നിൽക്കുന്നത്. ഇതിപ്പോ നമുക്ക് നോക്കാനുള്ളത് ഇനി എന്തായാലും ഇതിന്റെ ഒരു ബേസിക്കിന്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഈ സ്പൈക്ക് എന്ന് പറയുന്നത് ഫ്രീ ക്ലൈമ്പിംഗ് സ്പൈക്ക് എന്ന് പറയുന്നത് ഇതാണ്. ഇതിന് ലെഫ്റ്റും റൈറ്റും ഉണ്ട്. രണ്ട് കാലിൽ നമുക്കിതിനെ സെറ്റ് ചെയ്തും കഴിഞ്ഞിട്ട് യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ ഹൈറ്റിൽ വല്ല വ്യത്യാസങ്ങളുണ്ടെങ്കിൽ നമുക്ക് അതിനെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ളതും നമ്മളിത് ചെയ്തിട്ടുണ്ട്. ഇത് സിറ്റ് ഹാർനസ്. പിന്നെ നമുക്ക് വരുന്നത് തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ലൈൻ യാർഡ് വരുന്നത് അരക്കയർ, പിന്നെ എക്സ്ട്രാ വരുന്ന റോപ്പാണ്. ഐറ്റങ്ങളാണ് ഇതൊപ്പം ഒന്ന് നമ്മൾ സെറ്റ് ചെയ്തിട്ട് കയറുന്നത് ചെയ്തു. ഓൾറെഡി ഇതൊക്കെ ഉപയോഗിക്കുന്നവർ തന്നെയാണ്, ഇവിടെ ഉള്ളവർ തന്നെയാണ്, നാട്ടിൽ തന്നെയാണ്. ഇപ്പോൾ ലിബിൻ കണ്ണൂർ തന്നെയുള്ള ആലക്കോട് ഭാഗത്തുള്ള തന്നെയാണ് ലിബിൻ. ഒന്ന് അങ്ങോട്ട് പോവാം. നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് പോവാ. ഇപ്പൊ കയറി പോയിട്ട് റോപ്പ് ഇട്ട് പോരും, എന്നിട്ട് നമുക്ക് കാണിച്ചു മതിയല്ലോ ഇഷ്ടം പോലെ. ഏത് അല്ല, ഏത് മരത്തിലും എന്തെങ്കിലും കയറാം, പാനയിലും എന്തും. ഇത് പാന ഇപ്പോൾ സ്ട്രോങ് അല്ല, ഇതല്ലാത്തതുകൊണ്ട് നമുക്ക് വേറെ ബുദ്ധിമുട്ടില്ല. സാധാരണ അല്ലെങ്കിൽ പാന സ്ട്രോങ് ആയതുകൊണ്ട് സാധാരണ മരത്തിൽ കയറുന്നതിനൊക്കെ ഒന്നും കൂടെ ഒന്ന് നമ്മൾ സ്ട്രോങ് ആയിട്ട് പഞ്ച് ചെയ്ത് കൊടുക്കും, അത്രേ ഉള്ളൂ. ഇതേ നമ്മൾ ഒരു ക്യാപ്പ് ഇടണം എന്നുള്ളതാണ് ഇതിനകത്തെ കാര്യം. കയറി കഴിയുമ്പോൾ ഇത് നമ്മളൊന്ന് മുന്നിലേക്ക് ആവുക, റോപ്പ് കയറ്റിടുക. നമ്മളെ വെയിറ്റുമ്മലാണ് ഈ സ്പൈക്കിൽ നമ്മൾ നിൽക്കുന്നത്. ഒന്ന് ഫ്രീ ആയിട്ട് നിന്നാൽ അതിൽ നിന്നോളും. ഇതിൽ ഫസ്റ്റ് നമുക്ക് യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാവും ഇത്രയും കാണുന്നതിൽ നമുക്ക് അതിൻ്റെ ഒരു ഇത് കിട്ടില്ല. സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് അതിൻ്റെ ഒരു ബാലൻസിങ് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ 2 പ്രാവശ്യം കയറി കഴിഞ്ഞാൽ നമുക്കത് ശരിയാവും. ഒരു കാലം എപ്പോഴും സ്റ്റഡി ആയിരിക്കണം. അത് നമുക്ക് ഇങ്ങനെ കറങ്ങി വരാനായാലും ഇതിന് ബുദ്ധിമുട്ട്. ഇത് കണ്ടില്ല, ഇത് പുറകെ കൂടെ എടുത്തിട്ടേ നമ്മൾ ഇതിലൊന്നൊരു കോർക്കുന്നുണ്ട്. കോർത്തതിന് ശേഷം ഇത് ബാക്ക് ഒന്ന് ടൈറ്റ് ചെയ്യാം. ട്വിസ്റ്റ് ചെയ്താൽ മതി. നമ്മൾ വെയിറ്റ് ഒന്ന് കുറക്കാം. ഓക്കെ, ചെറിയ സ്റ്റെപ്പ്. കുറച്ചുകൂടി ഈ കാല് സ്റ്റഡി ആയി കഴിഞ്ഞാൽ അത് പറിക്കാൻ കിട്ടുള്ളേ. അടുപ്പിച്ച് ചവിട്ടിക്കേ, വലിയ ദൂരം വന്നു. കാല് മുട്ട് നിർത്തി കൊടുക്കും. ഓക്കെ. അല്ലല്ല, രണ്ടും ഫ്രണ്ടിലും. ആ കാലേക്ക് ലോഡ് കൊടുക്കാം. എങ്ങനെയുണ്ടായി? അടിപൊളിയല്ലേ? ആദ്യമായിട്ടാണ് ഫയർ സ്റ്റേഷനിൽ ഞാനിങ്ങനെ ഒരു പരിപാടിക്ക് മരം കയറ്റം പഠിച്ച് ഈ സേഫ്റ്റി സാധനം ഉപയോഗിക്കാൻ തുടങ്ങിക്കൊണ്ട് ഇങ്ങനെ ഒരു ഉപകാരം ഉണ്ടായി. ഇവരെ പരിചയപ്പെടാൻ പറ്റി, നല്ല രീതിയിൽ പറഞ്ഞു കൊടുത്തു. അവർക്കും കുഴപ്പമില്ല, അടിപൊളി, നല്ല സഹകരണം. പേരാവൂർ ഫയർ സ്റ്റേഷൻ നമ്മളുണ്ടല്ലോ അല്ലേ, ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ പേരാവൂർ. പലതരം നോട്ടുകൾ, ബേസിക് നോട്ട്, ഒരുപാട് തരം കെട്ടുകളുണ്ട്. ഇത് സാധാ റോപ്പ് ഏതാണ്? അത് സാധാ റോപ്പ് ഇത് തന്നെ, അത് തന്നെ സാധാരണ റോപ്പിൽ തന്നെ സെറ്റ് ചെയ്തേക്കുന്നത് അല്ലേ? അത് ശരി. അപ്പൊ അങ്ങനെ ഓക്കെ, സന്തോഷം. ഈ ട്രെയിനിങ് ക്യാമ്പ് വരുന്നുണ്ട്. ഇവർ സ്റ്റാർട്ടിങ്ങിൽ വന്നാൽ ഇതാണ് പാട്. പക്ഷെ 2 ദിവസം ഇവർ ഈ സാധനം കയ്യിലായി കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞാൽ അവർ നോർമൽ
ഒരു ഉപകരണമായിരിക്കും ഇത്. കാരണം നമ്മളത് പരിശീലിച്ചിട്ട് ഇപ്പൊ നമുക്ക് രണ്ടാമത് കയറുമ്പോൾ തന്നെ വളരെ എളുപ്പമായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ അങ്ങനെ പെയിൻ ഒന്നും എനിക്ക് തോന്നിയില്ല, കാലിനോ അല്ലെങ്കിൽ ബോഡിക്കൊന്നും പെയിൻ ഒന്നും എനിക്ക് തോന്നിയില്ല. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ എന്തായാലും സന്തോഷം. അപ്പൊ ഞങ്ങള് ഇവിടെ ഇത്രയും ദൂരം വന്ന് നമുക്കൊരു നല്ലൊരു ഡെമോൺസ്ട്രേഷൻ തന്നതിന് എന്റെ പേരിലും സ്റ്റേഷന്റെ പേരിലും നന്ദി അറിയിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. അപ്പൊ ശരി, ഇറങ്ങട്ടെ.